ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. കാർ ബ്രാൻഡുകളുടെ പെർഫ്യൂംസ്: ആൽഫ റോമിയോ, മെർസഡീസ് ബെൻസ്, ജാഗ്വർ. സോ ഇങ്ങനെ ഒരുപാട് കാർ ബ്രാൻഡുകളുടെ പേരിൽ പെർഫ്യൂംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബെന്റ്ലി ഉണ്ട്, ലംബോഗിനി ഉണ്ട്, ഫെറാറി ഉണ്ട്, പിന്നെ ഡുക്കാട്ടി ബൈക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളുടെ പേരിൽ പെർഫ്യൂംസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ പെർഫ്യൂംസിനൊന്നും വലിയ പ്രൈസും ഇല്ല. ആൽഫ റോമയോന്റെ കാറുകൾ ഇന്ത്യയിൽ ഇല്ല. ബട്ട് ഇത് ഇന്ത്യയിൽ വരികയാണെങ്കിൽ എന്തായാലും 1 crore above ആയിരിക്കും അവരുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. കാരണം അത്രയും ഹൈ എൻഡ് മോഡൽസ് ആണ് ആൽഫ റോമയോയിൽ വരാറുള്ളത്. ബട്ട് പെർഫ്യൂംസ് നമുക്ക് 1000 റേഞ്ചിൽ ചെറുത് കിട്ടും, വലുതാണെങ്കിൽ ഒരു 2000 റേഞ്ചിലും കിട്ടും. മെർസഡീസ് ബെൻസ് പറയേണ്ട കാര്യമില്ല, ഒരു 50 lakh മുതൽ തുടങ്ങിയിട്ട് അങ്ങോട്ട് 10 crore വരെയുള്ള വണ്ടികളുണ്ട്. പക്ഷേ പെർഫ്യൂംസ് നമുക്കൊരു 1000 മുതൽ തുടങ്ങിയിട്ട് ഒരു 4000 5000 വരെയാണ് കിട്ടുന്നത്. ജാഗ്വാർ, നമ്മുടെ JLRന്റെ ജാഗ്വാർ ലാൻഡ് റോവറിന്റെ. സോ JLR ടാറ്റൻ്റെതാണ്. കാറുകൾ ഇപ്പോൾ അവരില്ല, അവർ വേൾഡ് വൈഡ് കാറുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇനി അവർ കാറുകൾ ഇറക്കുന്നില്ല, അവർ SUV മാർക്കറ്റിലേക്ക് മാറുകയാണ്. അതായത് ലാൻഡ് റോവർ SUV ആകുമ്പോൾ ഇവർ ക്രോസ് ഓവേഴ്സ് ഇറക്കും. അങ്ങനെ ഫോക്കസ് മാറ്റുകയാണ് അവർ. പക്ഷെ എന്നാലും അവരുടെ വണ്ടികളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു 50 lakh റേഞ്ചിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പോകുമായിരുന്നത്. സോ ഇതൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പെർഫ്യൂംസ് ഇത്രയും ചീപ്പറായിട്ട് കിട്ടുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓരോ ഞാൻ എപ്പോഴും ബ്രാൻഡ് നോക്കുന്ന ആളാട്ടോ. എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും അതിനൊരു ബ്രാൻഡ് വാല്യൂ നോക്കും. എനിക്ക് എവിടെയെങ്കിലും ആ ഒരു ബ്രാൻഡിന്റെ ഒരു പേര് പുറത്ത് കാണണം. അത് എന്ത് സാധനമാണ്, ഈവൺ ഒരു ടീഷർട്ട് ആണെങ്കിലും ഇപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു ലോഗോ എനിക്ക് കണ്ടോളണം. അങ്ങനെ ഞാൻ ഒരു ബ്രാൻഡ് നോക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്തരം സാധനങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ എന്താ പറയാ, ജാഗ്വാറിന്റെ പെർഫ്യൂമാണ് എന്നൊക്കെ ഇങ്ങനെ കാണിക്കാനൊക്കെ പറ്റും. എന്തുകൊണ്ടാണ് ഈ പെർഫ്യൂംസിന് ഇത്രയും വില കുറവ്? അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ആക്ച്വലി ഇതൊന്നും നിർമ്മിക്കുന്നത് ഈ കമ്പനികളല്ല. സോ ഇവരുടെ കാറുകൾ നിർമ്മിക്കാൻ ഇവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവർ സെറ്റ് ചെയ്ത ആ ഒരു ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഇതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്തതാണ്. വേറെ കമ്പനികൾ ഇവരുടെ ബ്രാൻഡ് നെയിമിൽ ഇവരുടെ എന്താ പറയുക, ആ ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാനുള്ള ലൈസൻസിൽ നിർമ്മിക്കുന്നതാണ്. മാർക്കറ്റ് ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഫെറാറിന്റെ ഒക്കെ പെർഫ്യൂം കണ്ടിട്ടില്ലേ? ഓൺലൈനിൽ ചിലപ്പോൾ 699 799 നമ്മുടെ ഫെറാറി ബ്ലാക്ക് ഒക്കെ വരാറുണ്ട്. തീരെ നിൽക്കൂല, ഒട്ടും ലാസ്റ്റ് ചെയ്യാത്ത സാധനങ്ങളാണ്. ആൽഫ റോമിയോയും അതേപോലെ തന്നെ ഒരു 700 800 തുടങ്ങിയിട്ട് കാണാറുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് നോക്കണം. ഞാൻ ആക്ച്വലി ഈ ആൽഫ റോമിയോ വാങ്ങിയത് ഇവിടെ ഞാൻ ഭയങ്കര ഒരു പെട്രോൾ ഹെഡാട്ടോ. കാർസ് എനിക്ക് അത്രമേൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഏത് വണ്ടി പുതിയത് വരികയാണെങ്കിലും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ഈ ലക്ഷറി കാറുകളുടെ ഷോറൂമിലൊക്കെ പോയിട്ട് ഈവൻ Audi S5 ഈ അടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ അത്രയും കാർ ക്രൈസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഈ ആൽഫ റോമിയോന്റെ കാറ് ഞാൻ നാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല. അവർക്ക് ഇവിടെ സെയിൽസ് ഇല്ല. ഈവൻ ദോ അവർക്ക് റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ സെയിൽസ് ഇല്ല. UK റൈറ്റ് ആൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് അവിടെ ആൽഫ റോമിയോ ഇറങ്ങുന്നുണ്ട്. മേ ബി ഫ്യൂച്ചറിൽ വരുമായിരിക്കും. അപ്പോൾ ആൽഫ റോമിയോ ഞാൻ ഗൾഫിൽ നിന്ന് കണ്ടിരുന്നു. അപ്പോൾ ഒരു സാധനം കണ്ടപ്പോൾ ഇത് എനിക്കൊരു ഫാക്ടർ തോന്നിയ ഒരു ഡിസൈനായിരുന്നു ആൽഫ റോമിയോന്റെ. അപ്പോൾ അങ്ങനെ ആൽഫ റോമിയോ എന്നുള്ളൊരു പേര് ഇതിങ്ങനെ എൻ്റെ മൈൻഡിൽ പതിഞ്ഞ ഒരു പേരായിരുന്നു. പെർഫ്യൂം കണ്ടപ്പോൾ വെറുതെ വാങ്ങിച്ചു. അപ്പോൾ എന്ന പോലെ വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ബ്രാൻഡിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോർഷൻ്റെയും BMW ഒക്കെ ഷോറൂമിൽ പോയാൽ അവിടെ അവരുടെ ഈ ആക്സസറീസ് ഉണ്ടാവും, അവരുടെ ജെനുവിൻ ആക്സസറീസ്. അപ്പോൾ അതിലിങ്ങനെ ഓരോരോ ചെറിയ സാധനങ്ങൾ ഉണ്ടാവും. അവർ എന്താ പറയുക, നമുക്ക് ആ ഒരു ബ്രാൻഡിനെ കളക്ട് ചെയ്യാൻ പറ്റുക. ഈവൻ ബൈക്കിൻ്റെ പോയാലൊക്കെ കാണാം. സോ അതേപോലെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റംസ് അത്രേ ഉള്ളൂ. അതല്ലാതെ ഇത് എന്താ പറയുക, ഈ ഒരു മെർസഡീസ് ബെൻസിന്റെ അല്ലെങ്കിൽ ഫെറാറിന്റെ ലംബോർഗിനിന്റെ ഈ അടുത്ത് മിന്ത്രയിലെ 800 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ആർക്കും നല്ല ഒപ്പീനിയൻ ഇല്ല സാധനത്തിന്. പിന്നെ വെറുതെ വാങ്ങിച്ച് പൈസ വേണ്ടെന്ന് എഴുതിയിട്ട്
പിന്നെ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ അതിനേ പറ്റുള്ളൂ കേട്ടോ. അതല്ലാതെ എന്താ പറയുക, ഇതുകൊണ്ട് നമുക്ക് ഭയങ്കര പെർഫോമൻസ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ബ്രാൻഡ് നമ്മളടുത്തുള്ള സാധനം മെഴ്സിഡസ് ബെൻസ് ആണ് എന്ന് പറയാൻ പറ്റിയ രീതിക്ക് ഞാൻ പറഞ്ഞ പോലെ എന്ത് സാധനം വാങ്ങുമ്പോഴും അതിൽ ബ്രാൻഡ് വാല്യൂ നോക്കുന്നവർ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഒരു ടോപ്പിക്ക് കവർ ചെയ്തെന്നുള്ളത്. ചിലർ ചോദിക്കാറുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ സാധനങ്ങളൊന്നും നിൽക്കാത്തത് എന്നുള്ളത്. അതിൻ്റെ റീസൺ അത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു മാസ് മാർക്കറ്റായിട്ട് ഫോക്കസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. മറ്റേത് അവരുടെ എന്താ പറയുക, ഒരു ക്ലാസ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ട് ഉള്ളതുമാണ്. So anyways, that's all about this video. Thanks for watching.